ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഒരു വെജിറ്റേറിയൻ ഡിഷാണ് അല്ലേ അമ്മി? അതെ. എന്താ ഇപ്പം നോയമ്പായതുകൊണ്ട് ഇന്ന് നമുക്ക് 50 നോയമ്പ് തുടങ്ങുക. അപ്പൊ നമ്മുടെ കുരിശുവര പെരുന്നാളായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോയമ്പ് എടുക്കേണ്ട ദിവസമാണ്. അപ്പൊ നമ്മൾ നോയമ്പിന് പറ്റിയ ഒരു പുതിയ കിടിലൻ ഒരു പരിപാടിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിന്റെ പേരെന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങിന്റെ ഒരു ഡിഷാണ് ഇത്. ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഡിഷാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. അതെ. അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ചേരുവകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 3 കിഴങ്ങ് പുഴുങ്ങിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സവോള, വേറെ നിസ്സാര കാര്യമാണ് കേട്ടോ. ഇത്തിരി മല്ലിയില അരിഞ്ഞതുണ്ട്, മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം. ഇത് വേണ്ടത് നമ്മുടെ തൈര്, ഈ ചൂടുകാലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തൈര്. പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് മഞ്ഞൾ പൊടി വേണം. അത് നമുക്ക് ചേർക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ കിഴങ്ങിനെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മൾ ചെറിയ പരിപാടി ആയത് കാരണം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് നോയമ്പൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന്, ഇന്ന് മമ്മി പറഞ്ഞ് നോയമ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അവൻ നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്ന് നോയമ്പ് നേടാ, എന്തുവാ ഇന്നത്തെ പരിപാടി? നോയമ്പാണല്ലേ, അവൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് മമ്മി പറഞ്ഞ് നോൺ വെജ് ഐറ്റം ഇന്ന് ഉണ്ടാക്കണ്ട, അതുകൊണ്ട് വെജ് ഐറ്റം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സൂപ്പർ സാധനമുണ്ട്. സിമ്പിളുമാണ്, ഉണ്ടാക്കാൻ പറ്റിയ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. ഒരു നോർത്ത് ഇന്ത്യൻ പിന്നെ ടേസ്റ്റ് വരുന്നതുകൊണ്ടാണ് കസ്തൂരി മേത്തി നമ്മൾ അതിനകത്ത് ഇടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ മമ്മിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച മമ്മി ഒരു പിന്നെ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അത് CDSകാർ പെണ്ണുങ്ങൾ പോകാൻ നേരത്ത് ഞാൻ ഗ്രൂപ്പിലൊന്നും ഇല്ല, അവർ പിന്നെ അനിയത്തി ഉണ്ടായിരുന്ന കാരണം എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി. അപ്പോൾ അവരോർത്ത് അവരുടെ ഗ്രൂപ്പിലില്ലാത്ത ഒരാളല്ലേ, ഞാൻ അവിടെ ചെന്ന് എൻ്റെ യൂട്യൂബിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അവരുടെ കൂടെ ഡാൻസ് കളിച്ചു, പാട്ടുപാടി. അങ്ങനെ പടക്കം കായലിൽ ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ എന്നും പറഞ്ഞൊരു പാട്ടൊക്കെ പാടി അങ്ങനെ കായലിൽ കൂടിയൊക്കെ കടന്നങ്ങനെ പോയി. ഈ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ ഇത്തിരി സന്തോഷിക്കണമെന്ന് അങ്ങ് വിചാരിച്ചിരിക്കുമോ മക്കളെ? ഈ 60 വയസ്സിന് മുമ്പ് മമ്മിക്ക് സന്തോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല, നമ്മൾ മക്കളെ ഒരു കരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ മക്കള് ഫുൾ സപ്പോർട്ട്. അയ്യോ, എനിക്ക് മാത്രമല്ല കേട്ടാ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിക്ക അമ്മമാരും മക്കൾ പറയുന്നു ഇനിയുള്ള സമയത്ത്, അപ്പൊ ദുഃഖിച്ച അമ്മമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. എന്റെ സഹോദരികളായിരുന്നു, അവരും കുറെ ദുഃഖങ്ങളൊക്കെ ദുഃഖമാണല്ലോ. മൊത്തം ദുഃഖമാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് സന്തോഷം വരുന്നു. അവര് മക്കളോട് പറഞ്ഞ് എടാ നിങ്ങളെയൊക്കെ വളർത്തിയപ്പോ ഒരുപാട് ദുഃഖിച്ചല്ലേടാ വളർത്തിയത്, അതിനെന്താ ഇപ്പൊ സന്തോഷിച്ചോ അമ്മ സന്തോഷിക്ക്, എവിടെ വേണേലും ടൂറിന് പോ, എവിടെ വേണേലും സന്തോഷിക്ക്. അങ്ങനെ അടിച്ചു പൊളിച്ച് മക്കൾ വിട്ടിരിക്കുക കേട്ടാ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ തലമുറയിൽ ഇത്രയും നല്ല മക്കളെ കിട്ടിയ അമ്മമാര് ഭാഗ്യം ചെയ്ത അമ്മമാര്, ഭാഗ്യം. ഈ 90s കിഡ്സും 2K കിഡ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അവര് പഴയ ജനറേഷൻ പോലെയല്ല, അവർ കുറച്ചുകൂടെ ലൈഫ് ഹാപ്പിനെസ് കണ്ടെത്താനും അതുപോലെ പേരൻസിനെ ഹാപ്പി ആക്കാനൊക്കെ നോക്കുന്ന കിഡ്സ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നലായിരിക്കും. ആ ജനറേഷനുള്ളവർ പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യൂ, ലൈഫ് എൻജോയ് ചെയ്യൂ. അത് എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാ മാതാപിതാക്കന്മാർക്കും ഞങ്ങളെ പോലെ എൻജോയ് ചെയ്യുന്ന പറയുന്ന മക്കളായിരിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാകട്ടെ. ഈ നോയമ്പ് കാലത്ത് എൻ്റെ പ്രാർത്ഥന മുഴുക്ക അങ്ങനെ ആയിരിക്കും. എന്നെ പോലെ എല്ലാ അമ്മമാരും സന്തോഷിക്കട്ടെ, എല്ലാ അമ്മമാരുടെയും മക്കള് ഇങ്ങനെ സന്തോഷിക്കാൻ പറഞ്ഞു വിടുക. അങ്ങനെയൊക്കെ ഉള്ള നല്ല കാലങ്ങളിലേക്ക് ഈ 25 കടന്നുകൊണ്ടിരിക്കുവാണ്. 50 നോയമ്പെടുക്കണം. മമ്മിക്ക് നോയമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ച ഒരു ദിവസമേ നോയമ്പെടുക്കുന്നുള്ളൂ. എന്നും നോയമ്പെടുക്കാനായിട്ടുള്ള പിന്നെ പ്രായപരിധിയൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ല, ചെറുപ്പകാലത്തൊക്കെ 50 നോയമ്പ് പിടിച്ചിട്ടുണ്ട്. നോയമ്പ് നമ്മള് ഉപവാസമല്ലല്ലോ, വെജിറ്റേറിയൻ അല്ല, അതിന്റെ പ്രായപരിധി ഇല്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റായ ഇൻഫർമേഷൻ ആണ്. ഇപ്പോഴാണ് വെജിറ്റേറിയൻ കൂടുതൽ അടിക്കേണ്ടത്. മീൻ ഇറക്കിയൊക്കെ നമ്മൾ ഒരു മാസം കുറയ്ക്കുവാണെങ്കിൽ അതൊരു ഡയറ്റ് പ്ലാനും കൂടെ ആകും. അപ്പൊ അതിനകത്ത് പ്രായമൊന്നുമില്ല, പ്രായമുള്ളവരും ചെറുപ്പക്കാർക്കും ഒക്കെ എടുക്കാവുന്ന. 50 ദിവസം ഞാൻ അങ്ങ് നോയമ്പ് എടുക്കണമെന്ന് തീരുമാനിച്ചില്ല. മമ്മി ഇടയ്ക്ക് പറഞ്ഞാൽ പോലെ വെള്ളിയാഴ്ച മാത്രം പറഞ്ഞാലും പറയും പ്രായമായി, പ്രായത്തിൽ. നമ്മളിതേ കറിയുടെ കൂട്ട് തുടങ്ങാൻ പോവാണ്. വാ ക്യാമറമാമ്മ, നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. മമ്മി ഇതെന്നെ റയാൻ പഠിപ്പിച്ച കറിയാണ്, ഞാൻ സ്വന്തമായിട്ട് പഠിച്ച കറിയല്ല, റയാൻ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ ഞാൻ ചെയ്യാൻ പോവാണ്. എടാ ഇതിന്റെ പോരായ്മയൊക്കെ പറഞ്ഞു തന്നോണം. മൊത്തം അങ്ങോട്ട് ഒഴിച്ചോ? മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചോ. മൊത്തം തൈര് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച്. പാക്കറ്റ് എടുത്തില്ല, കുറച്ച് എടുത്തോട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നു. ഇനി നമ്മൾ ചേർക്കാനുള്ളത് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലൊരു പരിപാടിയായിരിക്കും കേട്ടോ. നമുക്ക് നോയമ്പ് കാലത്ത് ഇത് ശരീരത്തിനൊക്കെ നല്ല ഗുണമുള്ള പരിപാടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ തൈരിൻ്റെ അകത്തല്ലേ, തൈരൊക്കെ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഈ ചൂടുകാലത്ത് നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നത് നല്ലതാണല്ലോ. നമ്മുടെ വയറിനൊക്കെ നല്ലതായിരിക്കും.
പിന്നെ നമ്മൾ ഒത്തിരി ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. നല്ല കിഴങ്ങ് മാത്രം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാനുള്ള കിഴങ്ങ്. ഒന്നുമില്ല. അപ്പോൾ ഞാൻ കിഴങ്ങ് ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണേ. അങ്ങനെ കിഴങ്ങിനെ എല്ലാത്തിനെയും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് എന്തുവാണ് ചെയ്യേണ്ടത്? അത് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യണം. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് മല്ലിയില മതിയല്ല. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുന്നത് കുറച്ച് സവോള അരിഞ്ഞത്. ഇതാണ് സിമ്പിൾ പരിപാടി. ഇത്രയും പരിപാടിയേ ഇതിൻ്റെ അകത്ത് ഉള്ളൂ. നല്ല ഐറ്റം സാധനമായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക മാത്രമല്ല, ഇത് വെച്ച് ഇത് കഴിച്ചും കൂടി നോക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇത് എങ്ങനെയുണ്ട്, ഒരേ വീഡിയോ നമ്മൾ കാണുമ്പം നമ്മളൊന്ന് പതുക്കെ അതിനെ ഒന്ന് ചെയ്തൊക്കെ നോക്കണം. എങ്ങനെയാണ് കൊള്ളാവാന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. ഉപ്പുണ്ടാന്ന് നോക്കാം. പിന്നെ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഉപ്പൊക്കെ ഉണ്ടടാ. കിഴങ്ങുമായിട്ട് വരുമ്പോൾ അത് നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്തൂടെ വെച്ചേ. ഇനി നമുക്ക് ഇതിനെ താളിച്ചൊഴിക്കുന്ന പരിപാടിയാണുള്ളത്. അപ്പോൾ ഒരു സ്പൂൺ മുളക് ഇട്ടാൽ മതി. താളിച്ച് വെക്കാനായിട്ട് ഞാൻ സ്റ്റൗ ഒന്ന് കത്തിക്കുവാണേ. സ്റ്റൗ കത്തിച്ച് ഒന്ന് ചൂടാകട്ടെ. പരിപാടി കഴിഞ്ഞ് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കറി റെഡി. സിമ്പിൾ ഒരു ഡിഷാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണെന്നാണ് തോന്നുന്നത്. കഴിക്കാൻ കിട്ടുന്നത്. തൈരും വേണം, കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ മല്ലിയില, മുളക് പൊടി, സവോള അരിഞ്ഞതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി താളിച്ചും കൂടെ അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ കറി റെഡി. കളർഫുള്ളായിട്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു മമ്മിയുടെ ഈ ആഴ്ചത്തെ പരിപാടി. അപ്പം മമ്മി ഈ ആഴ്ച ഹൗസ് ബോട്ടിലൊക്കെ പോയി നല്ല സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ഹൗസ് ബോട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ മക്കളോട് ഇപ്രാവശ്യം മമ്മി വലുതായിട്ടൊന്നും ബോറടിപ്പിക്കുന്നില്ല ആരോടും. പിന്നെ അടുത്ത പ്രാവശ്യം മമ്മി ഇതിനേക്കാൾ വലിയൊരു കിടിലം പരിപാടിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലിനെ അമർത്തണം. എല്ലാവർക്കും ഇത് കഴിയുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ മുന്നോട്ട് വരട്ടെ. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ ചാനലിൽ കടന്നു വരിക. മടിച്ചിക്കാതെ കടന്നു വരിക. അപ്പൊ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ആദ്യം കസൂരി മേത്തി ഇടുക. ആദ്യമേ കസ്തൂരി മസ്തിനെ ഇടുക. കസൂരി മേത്തി എന്നാണ് കേട്ടോ. ഞാനും പറഞ്ഞപ്പോ തെറ്റിപ്പോയി. കസൂരി മേത്തി. അതെ, കസ്തൂരി. നമുക്കൊരു കസ്തൂരി, എന്റെ കസ്തൂരി പൊന്നു മച്ചാനേ എന്നുള്ളൊരു പാട്ടില്ലേ, ആ പാട്ടിന്റെ ഓർമ്മയിലേക്ക് നമുക്ക് കസ്തൂരിനെ എടുത്തിടാം. കസൂരി മേത്തി കേട്ടോ. കുറച്ച് മതി. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അധികം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് അല്ലേ. നോർത്ത് ഇന്ത്യൻകാരുടെ പരിപാടിയാണ്. സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. മുളക് പൊടി കൂടിപ്പോട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടോ. മഞ്ഞൾപ്പൊടി ആവശ്യത്തില്ല. നമുക്ക് പതുക്കെ ഒന്ന് പിന്നെ ഇളക്കി ചേർത്ത്. നോൺ സ്റ്റിക്ക് പാനിൽ സ്റ്റീലിന്റെ തവികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കമന്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. മമ്മിയെ ശ്രദ്ധിക്കുന്നില്ല. റയാനെ, നീ ടൗണിൽ പോകുമ്പോ എനിക്ക് കുഴിവെള്ള നല്ല തവി മേടിച്ചോണ്ട് വന്ന് തരണേന്ന് ഞാൻ ഈ കമന്റ് ഇടുന്നവരോട് പറയുന്നത്. ഇത് റയാന്റെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമില്ല. ഇവനെനിക്ക് തവി മേടിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ താളിച്ച ഈ ഐറ്റം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഈ വേറെ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഇതിനെല്ലാത്തിനെയും കൂടി നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ള ഐറ്റം. പക്ഷെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാടാ. നല്ലൊരു മണവും കിടിലം പരിപാടിയാണെന്ന് തോന്നുന്നത്. കഴിച്ചു നോക്കിയിട്ട് മക്കളെ പറയാം കേട്ടാ. പക്ഷെ ഞാൻ കണ്ട വീഡിയോയിലൊരു യെല്ലോ കളറാണ്. ഇത് ഇച്ചിരി റെഡിഷ് കളറാണ്. കളറിൽ ചെറിയ വ്യത്യാസമാണ്. നമ്മൾ മുളക് കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കളർ കൂടിപ്പോയല്ലേ. ഒത്തിരി കളർ കൂടിപ്പോയല്ലേ. കിഴങ്ങ് വേണമെങ്കിൽ ഉടച്ചിടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ തൈര് പുളിയുള്ളത് പുളിയില്ലാത്തത് ഓരോരുത്തർ ഇഷ്ടം പോലെ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ പുളിയുള്ള തൈര് എടുത്ത്. അപ്പം സംഗതി ശരിയായിട്ടുണ്ട്. അത് റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്താ? ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു കലക്കി ചുട്ട ദോശ ഉണ്ടാക്കി തരും. കൊള്ളാം, സൂപ്പർ സാധനമാണ് കേട്ടോ. കറക്റ്റാണ്. നീ ഒന്ന് ഉപ്പ് നോക്കിയടാ. പിന്നെ ഉപ്പ് നോക്കിയിട്ടൊന്ന് പറയട്ടെ. കൊള്ളാം കേട്ടോ. നമ്മുടെ പാനിപ്പൂരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ്, ബെൽപൂരി അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇനി
പിന്നെ കഴിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഇത്തിരി ദോശ ഉണ്ടാക്കണം. ഇനി അടുത്തത് ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ദോശ ഉണ്ടാക്കുന്നതും കാണിച്ചു, ദോശ ഉണ്ടാക്കുന്നതും കാണിക്കാം. അമ്മിനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 3 ദോശ പിന്നെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരുവാണ്. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. എന്ത് ദോശയാണ് ഇത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഗോതമ്പ് മാവ് കലക്കി ഇത്തിരി ഉപ്പും ഇത്തിരി വെള്ളവും ഒഴിച്ച് കലക്കി എടുത്തിട്ട് ഇവന് ചുട്ടു കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഗോതമ്പ് മാവിന്റെ ദോശയാണ്. ഹെൽത്തി ആയിട്ടുള്ള ദോശ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാവരും കഴിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഇവന് ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ സ്പെഷ്യലായിട്ടുള്ളൊരു പരിപാടിയൊന്നും അല്ല മമ്മിയുടെ. ഇവനെ ഞാൻ എങ്ങനെ പറ്റിക്കണം എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആലോചിച്ചിട്ട് വന്നിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കി, ഒരു ദോശ കലക്കിയതും എല്ലാം കൂടി കൊടുത്ത് ഞാൻ എൻ്റെ മകനെ പറ്റിച്ചെടുക്കും. പിന്നെ എല്ലാത്തിലും ഒതുങ്ങിപ്പോകുന്ന മക്കളായതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു കൂട്ടുകാരെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നല്ല മക്കളെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇവരങ്ങോളം 100 വയസ്സ് വരെ അങ്ങനെ തന്നെ ആയിരിക്കണേ. 100 വയസ്സ് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണേ. അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷെ എനിക്കിത് രാവിലെ ഉണ്ടാക്കി തന്ന ഉച്ചക്ക് ഇത് തന്നെ ആയിരിക്കും, വൈകിട്ട് ഇത് തന്നെ ആയിരിക്കും. അത് തന്നെ കൊടുക്കുമ്പോൾ ഞാൻ 3 നേരം കൊടുത്തേക്കും. വ്യത്യാസമൊന്നുമില്ല. അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അറിയാൻ നമുക്ക് അവനെ ധൈര്യമായിട്ട് നമുക്ക് ആരുടെ കൂടെ പറഞ്ഞു വിടാം. എന്നുവെച്ചാൽ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും. പറഞ്ഞു വിടാന്ന് വിചാരിച്ചത് എവിടെയും കൊള്ളാൻ നിന്നെ കൊള്ളിക്കാം. എവിടെയെങ്കിലും ഒരു പാർട്ടി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ ഉള്ളൂ ഇതേ ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറി നിൽക്കത്തൊന്നുമില്ല. എല്ലാത്തിനും നീ അഡ്ജസ്റ്റാ. പിന്നെന്ത് വേണം? പിന്നെന്ത് വേണം? അത്രയും നല്ല മക്കളെയല്ലേ നല്ല മക്കളെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ നമ്മള് വളർത്തുന്നതിൻ്റെ ഒന്നുമല്ല. അവര് കുഞ്ഞിലെ തൊട്ട് ശീലിച്ചു വന്ന ഒരു ഇതാണ് കേട്ടാ. അവരുടെ കുഞ്ഞിലെ തൊട്ട് അവർ കണ്ടു വളർന്ന് അവർ ശീലിച്ചു വന്ന് മാതാപിതാക്കന്മാരോടൊക്കെ നല്ല ഇതിലൊക്കെ ഞാൻ അഭിമാനപ്പെടുക. എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ 25 തുടങ്ങിയിട്ട് എന്തുവാണ് പേടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവമേ അങ്ങനെയൊന്നും മാറലേന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് കൈയെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ എല്ലാ മക്കളും നന്നാകണേ ഈശ്വര. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീട്ടിൽ 5 കൊലപാതകം നടത്തിയില്ലേടാ. അയ്യോ, അത് ഹൃദയം നുറുങ്ങിപ്പോകുന്ന ഒരു വേദനയോടെയാണ് ഇപ്പോഴും എന്നെപ്പോലുള്ള അമ്മമാര് ഇരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ പോയപ്പോഴെല്ലാം അത് തന്നെ പറയുമായിരുന്നു എല്ലാവരും. ദൈവമേ എന്താ മക്കളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ എടുത്തു കൊടുക്കണം കേട്ടോ മക്കളെ. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് നെയ്യ് ചേർക്കാം, എണ്ണ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ മമ്മീനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. മമ്മിയുടെ സംസാരവും അയ്യോ നല്ല കമന്റുകൾ വന്നു കേട്ടാ. അയ്യോ പറയാതിരിക്കാൻ പറ്റത്തില്ല മക്കളെ. തിരിച്ച് കമന്റിന് റിപ്ലൈ നിങ്ങൾ കൊടുക്കണേ. നല്ല നല്ല കമന്റുകൾ വന്ന് മമ്മി ഇതാ വളരെ ഞാൻ മലയാളത്തിൽ വായിച്ചതെന്ന് പറഞ്ഞാൽ മമ്മി സൂപ്പർ ആയിരിക്കുന്നു, മമ്മിയുടെ പിന്നെ സംസാരമൊക്കെ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പല കമന്റുകൾ വിട്ടിട്ടുണ്ട്. ആ കമന്റുകൾ വിട്ട മക്കളെ എല്ലാം ഞാൻ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു. ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഞാനൊരു മടിച്ചയായ ഒരു അമ്മയായിരുന്നു. നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളെ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു 3 ദോശ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ കറിയുമായിട്ട് ഞാൻ അവനെ കൊടുക്കാൻ പോവുകയാണ്. ഇനി എനിക്കിപ്പോൾ പുതിയൊരു കറി കണ്ടുപിടിച്ച് തരണം. റയാൻ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡെയിലി ഇതങ്ങ് കൊടുക്കാം. ഇഷ്ടപ്പെട്ടേക്കണേ, നല്ല കറിയായിരിക്കണേ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. നമുക്ക് പോലും ഇതിൻ്റെ അഭിപ്രായം ഒന്നും പറയാൻ അറിയത്തില്ല. കഴിച്ച് നോക്കിയതിന് ശേഷം ഇതെല്ലാം പറയുന്നതായിരിക്കും. ഇപ്പം റയാന് നമുക്ക് കൊടുക്കാം. യെസ് കമോൺ. ഇത് കളർ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ അല്ലേ, ഭംഗിയുണ്ടല്ലേ. ഓക്കെ അമ്മീ, അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാം. ഈ ദോശ ഒരു ദോശ അങ്ങോട്ട് പിച്ചെടുക്കുക, ഓർത്തിട്ട് വെക്കുക. നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് മിക്സ് ആക്കി അങ്ങോട്ട് ഉടച്ചെടുക്കുക. ഉടച്ച് എല്ലാത്തിനും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ജരടി അങ്ങോട്ട് വയലോട്ട് വെക്കുക. ടേസ്റ്റ് ചെയ്യണേ. സംഭവം കൊള്ളാം, കിടിലമാണ്. കൊള്ളാം, കഴിക്കാം. നല്ല പുളിയൊക്കെ ഉള്ളതുകൊണ്ട് എരിവും കൊള്ളാം, വ്യത്യസ്തമായ ടേസ്റ്റ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കണം അല്ലേ? എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിയും. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് മമ്മി ഒന്ന് കഴിച്ചു നോക്കി. മമ്മി ഒന്ന് കഴിച്ചു നോക്കട്ടെ. മമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. മമ്മിയാണ് ഈ ടേസ്റ്റിൻ്റെ ആള്. അപ്പോൾ മമ്മിക്ക് അത് പെട്ടെന്ന് മമ്മി ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണമാണെങ്കിൽ മമ്മി അത് ഇട്ടിട്ട് പോയേക്കും, കഴിക്കത്തില്ല. അപ്പോൾ നീ ഒന്ന് കഴിച്ചു നോക്കട്ടെ. പക്ഷെ ഇത് ഹെൽത്തിയാണ് സംഭവം. നല്ല പച്ച സവോള, നമ്മുടെ നല്ല ഫുഡാണ്. നമ്മൾ വിചാരിച്ച പേരൊന്നുമില്ല മക്കളെ, കൊള്ളാം, നല്ല ഫുഡാണ്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത്, ഒരു മടുപ്പ് കൂടാതെ തിന്നാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി.
കൊള്ളാം, നല്ലതാണ്. അപ്പൊ എല്ലാവരും ഇത് വെച്ച് കഴിക്കുക. ഇത് നല്ലൊരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണെങ്കിലും ഇതൊരു കിടിലൻ സാധനമാണ്. അപ്പൊ വ്യത്യസ്തമായ ടേസ്റ്റ്, വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ വ്യത്യസ്തമാമൊരു വലനാം ഒരു വാക്ക് കിട്ടിയാൽ അതിൽ അപ്പൊ വൈൻഡപ്പ് ചെയ്തോ? അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും എനിക്ക് കമന്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മക്കളെ. താങ്ക് യു. ഒരു നാടകത്തിന് വിടേണ്ടായിരുന്നു.